നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശബരിമലയിൽ ഇപ്പോൾ ഈ ഒരു തിരഞ്ഞെടുപ്പിന് ശേഷം ഈ കാര്യങ്ങളൊക്കെ ദ്രുതഗതിയിലായിരിക്കുകയാണ്. അതിനിടയിൽ കഴിഞ്ഞ ദിവസം SITക്ക് അതിരൂക്ഷ വിമർശനം. ഹൈക്കോടതി കഴിഞ്ഞ ദിവസം നമ്മളിങ്ങനെ ആലങ്കാരികമായിട്ട് പറയുകയാണെങ്കിൽ വലിച്ചു കുടഞ്ഞു അല്ലെങ്കിൽ വലിച്ചു കീറി എന്നൊക്കെ പറയുന്ന തരത്തിൽ വലിയ വിമർശനമാണ് SITക്ക് നേരെ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഉന്നയിച്ചിരിക്കുന്നത്. അപ്പോൾ SITയുടെ ഭാഗത്ത് വീഴ്ചകൾ ഓരോന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ്. അത് പോരാഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം 2 അറസ്റ്റ് രേഖപ്പെടുത്തി. പ്രത്യേകിച്ചും ഹൈക്കോടതി ചോദിച്ചത് 2 പേരെ എന്തുകൊണ്ട് ഒഴിവാക്കി എന്ന ചോദ്യമാണ്. അപ്പോൾ ആ 2 പേരിലേക്ക് ഉടൻ എത്തുമായിരിക്കും അല്ലേ? അതിനു മുന്നേ തെരഞ്ഞെടുപ്പിന് അട്ടപ്പടലം വെട്ടിലായ CPM, അതിനുശേഷം നമ്മൾ കണ്ടു കഴിഞ്ഞ ദിവസം ഒരു പോലീസ് ഓഫീസർ CA SHO അല്ലേ SHO ഒരു പാവപ്പെട്ട സ്ത്രീയെ, ഒരു ഗർഭിണിയായ ഒരു സ്ത്രീയെ ക്രൂരമായി മർദ്ദിക്കുന്നത്. ഒരുപക്ഷെ കഴിഞ്ഞ വർഷം 2024 നടന്ന സംഭവം ഇപ്പോൾ വീണ്ടും കോടതിയുടെ നിർദ്ദേശപ്രകാരം അതിൻ്റെ CCTV ദൃശ്യങ്ങളടക്കം പുറത്ത് വന്നപ്പോഴാണ് ആ ഒരു ക്രൂര പീഡനം നടന്നതായിട്ടുള്ളത്. അവിടെ ആഭ്യന്തരത്തിൻ്റെ വീഴ്ചകേടിൽ അടിപതറിയിരിക്കുന്ന പിണറായി സർക്കാരിനെ നമുക്ക് കാണാൻ സാധിക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ വീണ്ടും കണ്ടു പാലക്കാട് ഒരു പാവപ്പെട്ട ഒരു ബംഗ്ലാദേശ് സ്വദേശി എങ്ങാണ്ടാന്ന് തോന്നുന്നു, ബംഗാളി എങ്ങാണ്ടാന്ന് തോന്നുന്നു, അന്യസംസ്ഥാന തൊഴിലാളിയെ ക്രൂരമായ ആൾക്കൂട്ട കൊലപാതകം ചെയ്തതുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഇത്തരത്തിൽ തുടരെ പിണറായി സർക്കാരിന് അടിപതറിയിരിക്കുന്ന വളരെ സംഭവബഹുലമായിട്ടുള്ള കാര്യങ്ങളാണ് കേരളത്തിൽ നടക്കുന്നത്. ഇതിനിടയിലാണ് തെരഞ്ഞെടുപ്പിന് മുന്നേ ഒന്ന് നോക്കിക്കോളൂ, തെരഞ്ഞെടുപ്പിന് മുന്നേ ഇതേ SITയുടെ അന്വേഷണം ഓരോ ദിവസവും വലിയ അപ്ഡേഷൻ ഉണ്ടായപ്പോൾ കേരളത്തിലെ ഹിന്ദു സമുദായത്തിലുള്ളവർ മാത്രമല്ല എല്ലാ മതവിശ്വാസികളും വളരെയധികം സന്തോഷിച്ചു. ആദ്യമായിട്ടാണ് ഇത്രയധികം ഒരു ആർജവത്തോടെ SITയുടെ അന്വേഷണം. പക്ഷേ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോഴേക്കും പത്മകുമാറിൽ വന്ന അന്വേഷണം പെട്ടെന്ന് നിർത്തിവെക്കുന്ന ഒരു രീതിയാണ് കണ്ടത്. എന്താണ് അതിന് കാരണം? പത്മകുമാറിൽ വന്നു കഴിഞ്ഞാൽ അന്വേഷണം അടുത്തതായിട്ട് പോകേണ്ടുന്ന വലിയ വമ്പൻ സ്രാവുകളിലേക്കാണ്. കഴിഞ്ഞ ദിവസം 3 തവണയാണ് നമുക്ക് തുടരെ ചില കാര്യങ്ങൾ, നിർണായകമായിട്ടുള്ള കാര്യങ്ങൾ SITയുടെ ശബരിമല വിഷയമായിട്ടുണ്ടായത്. രാവിലെ ഹൈക്കോടതിയുടെ അതിൻ്റെ തൊട്ട് തലേന്ന് ഹൈക്കോടതിയുടെ ഒരു രൂക്ഷ വിമർശനം ചോദിക്കുകയാണ്, ഇത് എവിടെയാണ് സ്വർണ്ണപ്പാളി ആണ് എന്നുള്ളതിന് തെളിവ് എന്താണ് അങ്ങനെ ചോദിക്കാൻ കാരണം? വാസുവും ഈ പറയുന്ന പത്മകുമാറും അടക്കം പറയുന്നു, സ്വർണം ഉള്ളതിന് തെളിവില്ല, ഞങ്ങൾ കണ്ടത് ചെമ്പുള്ളത് മാത്രമാണ് ഞങ്ങൾ ഇത്തരത്തിൽ പോറ്റിയിടയിൽ കൊടുത്തുവിട്ടത് എന്ന് വാസുവിൻ്റെ വക്കീൽ വാദിക്കുന്നു. കോടതിയുടെ പിരി വെട്ടിയെന്ന് തന്നെ പറയാം. കോടതി രൂക്ഷമായിട്ടാണ് സർക്കാരിനെ SIT ഉദ്യോഗസ്ഥരെയും വിമർശിച്ചത്. നിങ്ങൾ എന്തിനാണ് കേസിന് പോകുന്നത്? എവിടെയാണ് സ്വർണത്തിന് തെളിവുണ്ടോ? 98 വിജയ് മല്യ കൊടുത്ത സ്വർണത്തിന് ഇപ്പോൾ തെളിവുകളില്ല. ഈ തെളിവുകൾ പോയി കണ്ടെത്തിക്കൊണ്ട് മര്യാദയ്ക്ക് വാ എന്നുള്ളൊരു വിമർശനമാണ് കോടതി കൊടുത്തിരിക്കുന്നത്. ഹൈക്കോടതി ഇതിൽ ആദ്യം മുതൽ വളരെ പക്വതയോടുകൂടി വളരെ സ്പീഡായിട്ടാണ് കാര്യങ്ങൾ നീക്കുന്നത്. പല തരത്തിലുള്ള പ്രഷർ SITക്ക് ഉണ്ടാകുമ്പോഴും കോടതി പലപ്പോഴും വളരെ കാര്യഗൗരവത്തോടെ SIT വിമർശിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കേസ് ഹൈക്കോടതി അങ്ങനെ വിടാൻ ഒരുക്കമല്ല എന്നുള്ളതാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാവുന്നത്. ഈ പറഞ്ഞതുപോലെ വീണ്ടും നമ്മൾ ഇന്നലെ കേട്ടു രാവിലെ, എന്തുകൊണ്ടാണ് നിങ്ങൾ വമ്പൻ സ്രാവുകളെ പിടിക്കാത്തത്? എന്തുകൊണ്ടാണ് ആലസ്യത്തിൽ തന്നെ SIT കിടക്കുന്നത്? എന്താണ് ഉദ്ദേശം? പത്മകുമാറിൽ എത്തി നിൽക്കുന്ന കേസ് എന്തുകൊണ്ട് മുന്നിലേക്ക് പോകുന്നില്ല? പത്മകുമാർ വാസുവും പറയുന്നു ചെമ്പായിരുന്നു, അത് എല്ലാ ദേവസ്വം ബോർഡും ആൾക്കാരെയും കൂടെ ഒത്തുചേർന്ന് ഞങ്ങൾ എഴുതി ചേർത്തതാണ്, ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയില്ല എന്ന് പറയുമ്പോൾ ഇതിന് മുന്നേയുള്ള, അതായത് ശങ്കർദാസ്, വിജയകുമാർ അടക്കമുള്ള വ്യക്തികളിലേക്ക് പോകുന്നില്ല. അവിടെ ഒരു പ്രത്യേകതയുണ്ട്. ശങ്കർദാസ് എന്ന് പറയുന്ന DIG ഹരിശങ്കറിൻ്റെ പിതാവ് കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്നത് പോലെ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രഷർ നിലവിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കുണ്ട്. എങ്ങനെയാണ് അറസ്റ്റ് ചെയ്യാതിരിക്കാനുള്ള കാര്യമാണ് അവർ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം ഇദ്ദേഹം CPMൻ്റെ ഒരു പ്രധാനപ്പെട്ട വ്യക്തി കൂടിയാണ്. അപ്പോൾ ഇനി അദ്ദേഹത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ നേരെ ഇനി കടകംപള്ളി മുതിർന്ന വ്യക്തി ഏറ്റവും ഇതിനകത്തെ വമ്പൻ വലിയ സ്രാവുകളിലേക്ക് തന്നെ കടക്കേണ്ടി വരും, അറസ്റ്റ് ചെയ്യപ്പെടേണ്ടി വരും.
ഇതിനെ തടുക്കാൻ മാക്സിമം പിണറായി സർക്കാർ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളൊരു ബോധ്യമായിരിക്കാം ഒരു പക്ഷേ ഹൈക്കോടതിക്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഹൈക്കോടതി വലിയൊരു രൂക്ഷ വിമർശനം ഇന്നലെ നടത്തിയ മര്യാദയ്ക്ക് എല്ലാത്തിനെയും തൂത്തുവാരി അറസ്റ്റ് ചെയ്തിരിക്കണമെന്നുള്ളത്. നമുക്ക് 1 മണിക്കൂർ പോലുമായില്ല ഉടനെ തന്നെ 2 അറസ്റ്റ് വന്നു. ഗോവർദ്ധൻ്റെയും സ്മാർട്ട് ക്രിയേഷൻ്റെ സിഇഒയുടെയും അറസ്റ്റ് വന്നു. സ്മാർട്ട് ക്രിയേഷൻ്റെ സിഇഒ പറഞ്ഞത് ഇത്തരത്തിൽ പോറ്റി ഞങ്ങൾക്ക് കൊണ്ടുതന്നു, ശബരിമല സ്വർണ്ണമാണ് എന്ന് പറഞ്ഞ് കൊണ്ടുതന്നു, ഞങ്ങളിത് ഉരുക്കി പോറ്റിക്ക് കൊടുത്തു, ഇതിൻ്റെ ഉരുക്കാൻ പറഞ്ഞു, ഇന്നതുപോലെ ഞങ്ങൾ ചെയ്തു കൊടുത്തു. ഈ സ്വർണം അതായത് 496 കിലോയോളം 96 ഗ്രാം സ്വർണം നേരെ ഗോവർദ്ധൻ്റെ ജുവലറി ഷോപ്പിലേക്ക് പോറ്റി കൊണ്ടുപോകുന്നു. നമ്മളൊന്ന് ആലോചിച്ചു, ഇനി പുറകോട്ടൊന്ന് ചിന്തിച്ചേ. ഒരിക്കൽ ഗോവർദ്ധൻ്റെ ജുവലറി ഷോപ്പിൽ നിന്ന് സ്വർണം കണ്ടെത്തിയില്ലേ SIT? അപ്പം നമുക്കെല്ലാവർക്കും ഉണ്ടായ സ്വാഭാവികമായിട്ടുള്ളൊരു സംശയമുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഉരുക്കൽ 496 ഗ്രാം കൃത്യമായിട്ട് ഗോവർദ്ധൻ്റെ ഷോറൂമിൽ എങ്ങനെ ഇപ്പോഴും നിലനിൽക്കുന്നു? അദ്ദേഹം ഒരു ജുവലറി ഷോപ്പ് ഉടമയാണ്. അദ്ദേഹം ശബരിമല സ്വർണം എന്ത് വെച്ച് പൂജിച്ചുകൊണ്ടിരുന്നു? ഒരിക്കൽ സ്വർണം അദ്ദേഹം വിൽക്കുകയല്ല ചെയ്യുന്നത്. അപ്പോൾ കൃത്യമായിട്ട് അതെങ്ങനെയാണ് അവിടെ ആ സ്വർണം വന്നത്? ഇത് വെൽ പ്ലാൻഡ് ആണെന്നുള്ളത് കൃത്യമായിട്ട് കോടതിക്ക് മനസ്സിലായി. നമുക്കുണ്ടായ സംശയം തന്നെ കോടതിക്ക് ഉണ്ടായിട്ടുണ്ട്, കോടതിക്ക് അത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് മര്യാദയ്ക്ക് മുമ്പിലോട്ടുള്ള ആൾക്കാരെ ചോദ്യം ചെയ്ത് അറസ്റ്റ് ചെയ്ത് അങ്ങ് നോക്കിക്കൊണ്ടാൽ മതി. അപ്പോൾ SITയുടെ അന്വേഷണം പത്മകുമാറിൽ നിൽക്കുമ്പോൾ ഇവിടെ ഒരു ഭാഗത്ത് വാസു പറയുന്നു ചെമ്പാണെന്ന്, പത്മകുമാർ പറയുന്നു അത് ചെമ്പായിരുന്നു എന്നുള്ളത്. ഇനി അത് നേരെ പോറ്റിയിലേക്ക് വരുന്നു, പോറ്റിയുടെ കൊടുത്തു, പോറ്റി അത് മാറ്റിയതായിട്ട് വരുന്നു. അത് നേരെ എവിടേക്ക് പോകുന്നു? ഗോവർദ്ധൻ്റെ ഷോറൂമിൽ പോകുന്നു, അവിടെ നിന്ന് തിരിച്ച് സ്വർണ്ണം എടുക്കുന്നു. കേസ് അവിടെ ക്ലോസ് ചെയ്യാനുള്ള തീരുമാനമായിരിക്കാം. ആ തീരുമാനമാണ് ഇന്നലെ ഹൈക്കോടതി പൊളിച്ചടുക്കി കൊടുത്തത്. മര്യാദയ്ക്ക് മുന്നോട്ടുള്ള ആൾക്കാരെ തേടി പിടിച്ചു വരിക, അന്താരാഷ്ട്ര ബന്ധമുണ്ട് എന്നുള്ളത് വ്യവസായിയുടെ മൊഴിയിൽ നിന്ന് തന്നെ വ്യക്തമായത് കോടതിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ ഇതിൽ എന്തൊക്കെ മുതലുകൾ പുറത്തേക്ക് പോയി എന്നുള്ളത് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഇത്ര മാത്രമല്ല, കാരണം ദ്വാരപാലക ശില്പത്തിൽ മാത്രമല്ല വാതിൽപ്പാളികൾ മറ്റുള്ള കാര്യങ്ങളുടെ എല്ലാത്തിൻ്റെയും ഒരു നീക്കുപോക്കുണ്ടാണ്. അതുകൊണ്ടാണ് ഇന്നലെ കോടതി EDക്ക് ഒരു അന്വേഷണത്തിന് ഉത്തരവും കൂടെ നൽകിയത്. അത് EDക്കും കൂടെ അതിൻ്റെ ഇത് നൽകിയത്. EDക്ക് ഇനിയിപ്പോൾ എല്ലാ രേഖകളും സമർപ്പിക്കണം. EDയുടെ ഒരു അന്വേഷണം കൂടെ വരുമ്പോഴത്തേന് ഇതിലെ കള്ളപ്പണം എവിടേക്ക് പോയി, ഈ പറഞ്ഞ അന്താരാഷ്ട്ര ബന്ധമുണ്ടെങ്കിൽ അതിൽ കണ്ടെത്തും, അങ്ങനെ കള്ളപ്പണം ഇടപാട് നടത്തിയിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്തും, ഈ സ്വർണം പോയ വഴി ഇതെല്ലാം EDയും കൂടെ അന്വേഷിക്കുമ്പോഴത്തേന് SIT അങ്ങ് പിന്തള്ളി അങ്ങ് പത്മകുമാറിൽ അങ്ങ് ഒതുക്കി തീർക്കാമെന്ന് വിചാരിച്ച കേസ് ഇപ്പോൾ ഹൈക്കോടതി പൊളിച്ചടുക്കി. ഇപ്പോൾ വീണ്ടും വലിയ രീതിയിൽ മുന്നോട്ട് പോയേ പറ്റത്തോളെന്നും പുറം തള്ളി വിട്ടേക്കുവാന്ന്. ഇനി ഈ പറയുന്ന ശങ്കർദാസിനെയും വിജയകുമാറിനെ അറസ്റ്റ് ചെയ്യാതെ യാതൊരു നിവൃത്തിയും ഇല്ലാത്ത ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ SIT പോകുന്നത്. അപ്പോൾ ശബരിമല വിഷയം ഏകദേശം അങ്ങ് ഒതുക്കി തീർക്കാമെന്നുള്ള രീതിയിലാണ് നിന്നത്. പക്ഷേ അതാണ് കോടതി ഇടപെട്ട് ഇപ്പോൾ പൊളിച്ചടുക്കിയിരിക്കുന്നത്. അല്ലെങ്കിൽ ഇത് പത്മകുമാറിലൊക്കെ അടങ്ങി കുറച്ച് നാൾ കഴിഞ്ഞ് ഇതങ്ങ് തേഞ്ഞു മഞ്ഞു പോയേനെ. ഇപ്പോൾ വീണ്ടും ആ രീതിയിലാണ് ഉള്ള ഒരു പോക്ക്. ഈ സ്വർണം ഗോവർദ്ധൻ്റെ ഷോറൂമിലേക്ക് പോയ സ്വർണം കൃത്യമായിട്ട് ആ ഗ്രാമം എത്രയോ വർഷങ്ങൾക്ക് ശേഷം അവിടെ സൂക്ഷിക്കുന്നു എന്നൊക്കെ, അത് പോകുന്നു, പോലീസുകാരെടുക്കുന്നു. അപ്പോഴേ എല്ലാവർക്കും ഒരു സംശയമുണ്ടേ, ഇത് അവിടെ നിന്ന് എടുത്തോ, ഇത് ഇത്രയും വർഷം സൂക്ഷിച്ചു വെച്ചു, ഇതൊക്കെ എല്ലാവർക്കും ഉള്ളൊരു സംശയമുണ്ട്. ഇപ്പം വിൽപ്പനയാണെന്നുണ്ടെങ്കിൽ അവർ അപ്പോഴേ വിൽക്കത്തില്ല, കള്ളസ്വർണ്ണം ആണെങ്കിൽ വെച്ചോണ്ടിരിക്കത്തില്ല, അപ്പോഴേ വിൽക്കുമല്ലോ. അപ്പം ഇത് കോടതിയും ഈ പറയുന്ന ഇവർ കൊടുക്കുന്നത് മാത്രമല്ലല്ലോ, കോടതി അവിടെ ഇരിക്കുന്നവർക്ക് ഒരു ബുദ്ധിയും ബോധമൊക്കെ ഉണ്ടല്ലോ. അപ്പം അതാണിപ്പോൾ പൊടിച്ചെടുക്കിയിരിക്കുന്നത്. മാത്രമല്ല പത്മകുമാറിൽ നിൽക്കുന്ന അന്വേഷണം ഇതിനകത്ത് ദേവസ്വം ബോർഡിലെ എല്ലാ അംഗങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായിട്ടുണ്ട്. അപ്പോൾ അല്ലാതെ പത്മകുമാറും വാസുവും മാത്രമായിട്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് മറ്റുള്ളവരെയും ഈ പറഞ്ഞതുപോലെ മുന്നിലേക്ക് കേസ് പോകണം എന്നുള്ളത് തീർച്ചയായിട്ടും വന്നിരിക്കണം. അത് മുന്നിലേക്ക് പോവുക തന്നെ ചെയ്യും. അങ്ങനെ മുന്നിലേക്ക് പോയി കഴിഞ്ഞാൽ നേരെ ഇനി ചെന്ന് ചേരുന്നത് കടകംപള്ളിയിലേക്കായിരിക്കും. കാരണം ഈ കേസ് അങ്ങനെ ഒതുക്കി തീർക്കാമെന്നുള്ള രീതി SITക്ക് വ്യാമോഹം ഉണ്ടെങ്കിൽ നടക്കുക. SITയിലെ ഉദ്യോഗസ്ഥർക്കും ഈ ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യരുത് എന്നുള്ളൊരു നീക്കമുണ്ട്. പക്ഷെ അത് അറസ്റ്റ് ചെയ്തേ അടങ്ങൂ എന്നുള്ള രീതിയിലേക്കാണ് പോകുന്നത്. കോടതിയുടെ ഒരു ഈ ഒരു കാര്യത്തിൽ സ്പെഷ്യൽ ഒരു കണ്ണ്
ഈ ഒരു കാര്യത്തിൽ. ഒരു പക്ഷേ ഇതൊക്കെ അയ്യപ്പന്റെ ഒരു ഇത് കോടതിക്ക് മേൽ വരുന്നതാകാം എന്നൊക്കെ ആയിരിക്കാം നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. അയ്യപ്പന്റെ ഒരു എന്തോ ഒരു അദൃശ്യ കരങ്ങൾ ഇതിനകത്തുണ്ട്. അല്ലെങ്കിൽ ഇത് എപ്പോഴൊക്കെ തേഞ്ഞു മാഞ്ഞു പോകേണ്ട കേസാണ് ഇപ്പോൾ വീണ്ടും വലിയ സ്ട്രോങ് ആയിട്ട് ഒരു പക്ഷേ പ്രതിപക്ഷം ഉൾപ്പെടെ ഇത് ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ളത്. രമേശ് ചെന്നിത്തല കൊടുത്ത മൊഴി ഒരു സാധാരണ മൊഴിയല്ല. അദ്ദേഹം പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും വ്യക്തമായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ വ്യവസായിയിൽ നിന്നും പല കാര്യങ്ങളും കോടതിക്ക് ബോധ്യപ്പെടുന്ന തരത്തിൽ എത്തിയിട്ടുമുണ്ട്. അപ്പോൾ ഇനി അതൊക്കെ ആരൊക്കെ ലിങ്ക് ചെയ്ത് കോടാനുകോടികളാണ് അങ്ങനെയെങ്കിൽ ഇതിൽ നിന്ന് വാങ്ങിയിരിക്കുന്നത്. ഇത്രയോ കോടിക്കണക്കിന് രൂപയാണ്. ഇനിയിപ്പോൾ EDയുടെ അന്വേഷണം ഇതിലേക്ക് മാത്രമല്ല, മറ്റേ എന്തൊക്കെ അഴിമതി ശബരിമലയിൽ നടത്തിയിട്ടുണ്ട്, കള്ളപ്പണ ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് ഉൾപ്പെടെ തെളിയിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇത് ED ഒരു ഭാഗം. ഇനി SITയുടെ അന്വേഷണം ഇത്തരത്തിലാണ് പോകുന്നതെങ്കിൽ ഹൈക്കോടതി അത് CBIക്ക് വിടാനായിരിക്കും സാധ്യത. കേന്ദ്രത്തിലേക്ക് അത്തരത്തിൽ പ്രതിപക്ഷത്തിൻ്റെ ഒരു ഫോഴ്സ് ഉണ്ട്. CBI അന്വേഷണം കൂടി വേണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇത് EDക്ക് എന്തുകൊണ്ടാണ് അന്വേഷണത്തിന് വിധേയമാക്കണ്ട എന്ന് അന്ന് SIT പറഞ്ഞത്? കാരണം ED ഇതിനകത്ത് ഇടപെട്ട പല കാര്യങ്ങൾ വെളിച്ചത്താവും. അതുകൊണ്ടാണ് അന്ന് SIT പറഞ്ഞത് ED ഇതിനകത്ത് വേണ്ട, ഇടപെട്ടാൽ ഒരുപക്ഷെ ചില ഞങ്ങളുടെ അന്വേഷണത്തിൻ്റെ ഇതിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ സുതാര്യമായിട്ടുള്ള വിഷയങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ള തരത്തിൽ SIT പറഞ്ഞത്. EDയുടെ അന്വേഷണം ഇപ്പം തൽക്കാലം വേണ്ട എന്നുള്ള രീതി, അവർക്ക് ചില രേഖകൾ മാത്രം കൈമാറും, ചിലയിടത്ത് അന്വേഷണം വേണ്ട എന്നുള്ള രീതിയിൽ. പക്ഷേ അതിപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത് അല്ല, ED അന്വേഷിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതോടെ അട്ടി കിട്ടിയിരിക്കുകയാണ് SITക്ക്. അപ്പോൾ ഹൈക്കോടതിയാണ് SITയെ നിയമിച്ചതെങ്കിൽ പോലും SIT തന്നെ വിമർശന വിധേയമാവുന്നു. കേരള സർക്കാരിന്റെ നമ്മുടെ ആഭ്യന്തരത്തിന്റെ കീഴിൽ തന്നെയാണ്. അവരുടെ ഉദ്യോഗസ്ഥരെല്ലാം അങ്ങനെയുള്ളവരാണല്ലോ. എത്ര പ്രഗത്ഭന്മാരാ എന്ന് പറഞ്ഞാലും ഇവർക്ക് ചില പ്രഷറുകളുണ്ട്. അത് പ്രതിപക്ഷം ഉൾപ്പെടെ ആരോപിച്ചിട്ടുള്ള കാര്യമാണ്. ആ ഒരു പ്രഷറാണ് ഇടയ്ക്ക് നമ്മൾ നിർത്തിവെച്ചതായിട്ട് കണ്ടത്. ഒരു ഇഞ്ച് പോലും നീങ്ങിയില്ല. നന്നായിട്ട് അതിനകത്ത് ഈ പറയുന്ന അട്ടിമറി നടന്നിട്ടുണ്ട്. നല്ല രീതി അട്ടിമറി നടന്നിട്ടുണ്ട്. ഈ പറയുന്ന ഡോക്യുമെന്റ്സ് അടക്കം പലതും വിജയമല്യ കൊടുത്തതിൻ്റെ ഒന്നും കാണുവാനില്ല എന്ന് പറയുമ്പോൾ അട്ടിമറി തന്നെ അവിടെ നടന്നിട്ടുണ്ട്. അപ്പോൾ അത് ഒരു പക്ഷേ ഈ പറയുന്നത് പോലെ പത്മകുമാറിൽ തന്നെ ഒടുക്കി ഈ പറയുന്ന ഗോവർദ്ധൻ്റെ കയ്യിൽ നിന്ന് സ്വർണ്ണം വാങ്ങിച്ചു, സ്വർണം കിട്ടി, ഓക്കെ ഇനി എല്ലാ സന്തോഷവും ശുഭകരം ഇങ്ങനെ പറയാനിരുന്ന SITക്കാണ് ഇല്ല പറഞ്ഞ ഇടിവെട്ടുപോലെ ഹൈക്കോടതിയിൽ നിന്ന് ഇന്നലെ ചടപട വിമർശനം ഉയർന്നത്. അതോടെ SIT ചാടി എഴുന്നേറ്റേ പറ്റൂ. അവർക്ക് ഇനി അറസ്റ്റ് ചെയ്തേ പറ്റൂ. അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ ചെയ്യിപ്പിക്കാൻ കോടതിക്ക് അറിയാം. അപ്പോൾ അത്തരത്തിലേക്കാണ് ഇനി പിണറായി സർക്കാരിൻ്റെ ഏകദേശം അവസാനത്തെ മണ്ണും ചോന്നൊലിക്കുന്നതായിട്ട്, അദ്ദേഹം നിൽക്കുന്ന മണ്ണ് ചോന്നൊലിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ശബരിമല വിഷയം, ശബരിമല അയ്യപ്പൻ അങ്ങനെ പിണറായി സർക്കാരിനെ വെറുതെ വിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിൻ്റെ അന്ത്യവും പുകയും കണ്ടിട്ടേ അടങ്ങത്തുള്ളൂ. അത് കൃത്യമായിട്ടും ഒരു പക്ഷേ അടുത്ത തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ അതറിയാൻ സാധിക്കും. കാരണം അത്തരത്തിൽ വളരെ സ്പീഡപ്പാക്കാൻ കോടതി വീണ്ടും പറഞ്ഞിട്ടുണ്ട്. കാരണം ആദ്യഘട്ടത്തിൽ നമുക്കറിയാം ഓരോ ദിവസവും ഓരോ അപ്ഡേഷനായിരുന്നു വന്നിട്ടുണ്ട്. പക്ഷേ മെല്ലെ പോക്ക ഇന്നലെ വീണ്ടും ചാടി എഴുന്നേറ്റേ പറ്റൂ. അല്ലെങ്കിൽ എഴുന്നേൽപ്പിക്കാൻ ഹൈക്കോടതിക്ക് അറിയാം. ഒപ്പം അയ്യപ്പൻ്റെ ചില അദൃശ്യ കരങ്ങളുമുണ്ട്. ഏതായാലും വലിയ നിർണായക ഘട്ടത്തിലേക്കാണ് പോകുന്നത്. ഏതായാലും പിണറായി സർക്കാരിന് ഇത് വല്ലാത്ത അടി തന്നെയാണ് ശബരിമല വിഷയം. സ്വർണ്ണക്കൊള്ള ഇതിൽ തന്നെ ഒടുങ്ങുന്നില്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ ഈ അന്വേഷണം പകുതി ഇങ്ങനെ പത്മകുമാറിലേക്കാണ്. ഇനി അടുത്തത് ശങ്കർദാസ്, വിജയകുമാറിലൊക്കെ അറസ്റ്റ് ചെയ്യപ്പെട്ട പിന്നെ മുമ്പോട്ടുള്ളവരെല്ലാവരും പെടും. മുമ്പോട്ട് കടകംപള്ളി അങ്ങോട്ടേക്ക് തന്നെ പോകും. അങ്ങനെ ഇതിനോടൊപ്പം തന്നെ ഈ അന്താരാഷ്ട്ര ബന്ധം ഉണ്ടെങ്കിൽ, അതായത് ഈ സ്വർണം പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതും വലിയ ഒരു രീതിയിലേക്ക് പോകും. അതിനകത്ത് കടകംപള്ളി പെടും. കടകംപള്ളി മാത്രമല്ല ഈ മന്ത്രിസഭയടക്കം പിണറായി സർക്കാർ അടക്കം പെടാൻ സാധ്യതയുണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ അത് മറ്റ് വലിയ ഒരു പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരളത്തിൻ്റെ അവസാനത്തെ മുഖ്യമന്ത്രിയായിട്ട് പിണറായി വിജയനെ നമുക്ക് എഴുതേണ്ടി വരും ചരിത്രത്തിൽ. എന്തായാലും കാത്തിരുന്ന് കാണാം.